എന്തായാലും ചർച്ചയിലാണല്ലോ. അസംബ്ലിക്കൊക്കെ എല്ലാവരും പോയില്ലേ? എന്നാണ് ആരെങ്കിലും എനിക്ക് വരികയാണെന്നിരുന്നോ? ഇരുന്നില്ല, എല്ലാവരും പോയി. നമ്മുടെ സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസേന അസംബ്ലി ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മാത്രമാണ് അസംബ്ലിയിൽ പറയുള്ളൂ. അല്ലാതെ നിങ്ങളെ അവിടെ നിർത്തി വെയിൽ ഒഴിക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പോവുക. അങ്ങനെ അത്രയും വലിയ തലവേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ക്ലാസ്സിലിരിക്കുക കേട്ടോ. ബാക്കി എല്ലാവരും പോവാം. പോവല്ലേ? എല്ലാവരും പോയില്ലേ? പോവും. വെരി ഗുഡ്. പിന്നെന്താ, ഇന്നലെ ഇതൊക്കെ വായിച്ചു? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് എന്താ സമുദ്രത്തെക്കുറിച്ച് മാത്രമേ പഠിച്ചു വരുന്നത് അല്ലേ? നമുക്കറിയാം സമുദ്രം എന്താ, നമ്മളെന്താ വെറുതെ കടലിൽ പോവാൻ കളിക്കുക എല്ലാവരും അത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ സമുദ്രത്തിൻ്റെ വേറെ ഒരു അതർ സൈഡ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മറ്റൊരു വശം കൂടി സമുദ്രത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇന്നലെ എന്തൊക്കെയാ പഠിച്ചേ? സമുദ്രജല ലവണത്വം പഠിച്ചു. പിന്നെ സമുദ്രജല താപനില പഠിച്ചു, അല്ലെങ്കിൽ താപവിതരണം പഠിച്ചു. പിന്നെ സാന്ദ്രതയും പഠിച്ചു, ഉൾക്കടലും പഠിച്ചു. വെരി. പിന്നെ ഒരു ടോപ്പിക് കൂടി ഉണ്ടാവില്ലേ, വരുന്നത് കടലിടുക്കും പഠിച്ചു. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ? അല്ലാതെ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വായിച്ചിട്ടുണ്ട് നിങ്ങൾ. അടുത്ത പാട്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കിട്ടോ, എങ്കിൽ മാത്രമേ ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വേർഡായിട്ട് തോന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. വായിച്ചു. എന്താ ടോപ്പിക് എന്താ പറഞ്ഞത്? തിരമാലകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ആളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തില്ലേ? എടുത്തു. പിന്നെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്? വേലികളാണ് നമ്മളിനി പറയാനുള്ളത്. വേലികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സമുദ്ര ജല ചലനമാണല്ലേ. അപ്പോൾ ഈ സമുദ്ര ജല ചലനങ്ങളിൽ നമ്മൾ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, തിരമാലകൾ. 2 ഏതായിരുന്നു? വേലികൾ. 3ാമത്തെ ഏതാണ്? സമുദ്രജല പ്രവാഹങ്ങൾ. 3 ഉള്ളത്. നമ്മളതിൽ തിരമാലകൾ എന്താണെന്ന് പഠിച്ചു. ഇത് നമുക്ക് നോക്കാനുള്ളത് വേലികളാണ്. വേലികൾ നമുക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും അല്ലേ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തരും. അവരെന്നെ പറയാറുണ്ടല്ലോ, ഈ കറുത്ത വാവ് വെളുത്ത വാവ് എന്നൊക്കെ പറയാറില്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഗ്രാൻഡ് പേരൻസ് ഉണ്ടോ? അച്ഛമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അപ്പം അവരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം നമുക്ക് വേലികൾ എന്താണെന്ന് നോക്കിയാലോ? വേലികൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം, സമുദ്രജലത്തിൻ്റെ ഒരു ചലനമാണ് വേലികൾ എന്ന് പറയാം. പക്ഷെ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മീനിങ് വേണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തിരമാലകൾ അല്ലെങ്കിൽ സമുദ്രജലത്തിന് ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേലികൾ എന്ന് പറയുന്നത്. വേലികൾ എന്താ നോക്കല്ലേ? നോക്കാം. കാണുന്നുണ്ടോ വേലികളിന്? ആരെങ്കിലും വായിക്കൂ. വേലികൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ. വേലികൾ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ. പറഞ്ഞു, സമുദ്രജലത്തിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും. അതെങ്ങനെ? നിശ്ചിത പരിധിക്കുള്ളില് സമുദ്രജലത്തിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ എന്ന് പറയുന്നത്. വേലികളെ നമുക്ക് 2 ആയിട്ട് പറയാം. വേലിയേറ്റം എന്നും പറയാം, വേലിയിറക്കം എന്നും പറയാം. വേലിയേറ്റം, വേലിയിറക്കം നമുക്ക് കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഒന്നുകൂടെ നോക്കാം. വേലിയേറ്റം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എന്താണ്? ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട്, താഴ്ചയും ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ
എന്ത് പറയാം, വേലി ഇറക്കവുമായിട്ട് പറയാം. ഓക്കെ, നമുക്കപ്പോൾ എന്താ നോക്കിയാലോ, നോക്കാം. അപ്പൊ വേലിയേറ്റത്തിന്റെ പിക്ചർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, കാണുന്നില്ലേ? വേലിയേറ്റം. ഒരു മിനിറ്റ്. കാണുന്നില്ലേ ഇപ്പോ? ആരൊന്ന് വായിച്ചോളൂ. ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നു. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് ഉണ്ടാകുന്നതാണ് വേലിയേറ്റം. അപ്പൊ എന്താണ് വേലിയേറ്റം എന്ന് പറഞ്ഞാൽ? ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നു. അപ്പൊ ആ ഒരു ജലനിരപ്പ് ഉയരുന്ന ടൈമില് ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് എന്ത് വേലിയേറ്റം ഉണ്ടാകുന്നത്. അതായത് ചന്ദ്രന് അഭിമുഖമായ എന്താണ് ഭൂമിയുടെ ഭാഗത്തെ, ചന്ദ്രൻ ഭൂമിയെ ഫേസ് ചെയ്യുമ്പോൾ സമുദ്ര ജലനിരപ്പ് എന്താണ്, ആ ഒരു ജലനിരപ്പ് ഉയരുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എന്താണ് ആകർഷണ ഫലം എന്നുള്ളത് എന്താണ് നല്ല കൂടുതലായിരിക്കും. ആ ഒരു ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വേലിയേറ്റം അനുഭവപ്പെടുന്നത്. ടീച്ചർ ഒരു പിക്ചർ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? വേലിയിറക്കം, വേലിയിറക്കം, വേലിയേറ്റം, വേലിയേറ്റം. ടീച്ചർ പറഞ്ഞു, എന്താ പറഞ്ഞ? ചന്ദ്രൻ ഭൂമിയെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണ ബലത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടാണ് എന്ത് വേലിയേറ്റം സംഭവിക്കുന്നത്. കണ്ടില്ലേ, ഫേസ് ടു ഫേസ് അല്ലേ ചന്ദ്രനും ഭൂമിയും അല്ലേ? അപ്പൊ ആ ഒരു സിറ്റുവേഷനില് ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി അല്ലെങ്കിൽ അതുമൂലം ആണ് എന്ത് വേലിയേറ്റം സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി വേലിയിറക്കം എന്താ നോക്കാം. കാണുന്നുണ്ടോ വേലിയിറക്കം? ആരാണ് വായിക്കുക? വായിച്ചോളൂ. വേലിയിറക്കം വേലിയേറ്റങ്ങൾക്കു വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്നതായി കാണാം. ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നതിനാലാണ് ഇവിടെ ജലനിരപ്പ് താഴുന്നത്. ജലനിരപ്പ് താഴുന്ന ഈ പ്രതിഭാസത്തെ വേലിയിറക്കം എന്ന് പറയുന്നു. ഈ പ്രതിഭാസമാണ് വേലിയിറക്കം എന്ന് പറയുന്നത്. വേലിയിറക്കം വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്നതായി കാണാം. നമ്മൾ വേലിയിറക്കം പറഞ്ഞു, അവിടെ എന്താ പറഞ്ഞ? ജലനിരപ്പ് കൂടുകയാണ് ചെയ്യുക. അതായത് ചന്ദ്രനും ഭൂമിയും എന്താണ് അഭിമുഖീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആകർഷണത്തിന്റെ ഫലമായിട്ട് എന്താണ് വേലിയേറ്റം അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരുന്നു. ആ ഒരു ഉയർച്ചയെ നമ്മൾ വേലിയേറ്റം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങളിൽ നിന്നും 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ആ ജലനിരപ്പ് താഴുന്നു. അതായത് നമുക്ക് ആ പിക്ചർ നോക്കി ഒന്നുകൂടി പറഞ്ഞു തരാം. അത്തരത്തിൽ നമുക്ക് അവിടെ ആ ജലനിരപ്പ് താഴുന്നത് കാണാം. അപ്പോൾ ആ പ്രദേശങ്ങളിലെ വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നതിനാലാണ്, അതായത് അവിടെ താഴുന്നുണ്ട് ജലനിരപ്പ് എന്താണ് 90 ഡിഗ്രി. വേലിയേറ്റം എവിടെയാണോ സംഭവിച്ചത് ആ സ്ഥലത്ത് നിന്നും 90 ഡിഗ്രി അകലെയാണ് എന്ത് വേലിയിറക്കം സംഭവിക്കുന്നത്. ആ വേലിയിറക്കം സംഭവിച്ചതിന് ശേഷം വേലിയേറ്റ പ്രദേശത്തേക്ക് ആ ജലം ഒഴുകി വരികയാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ജലനിരപ്പിൽ താഴ്ന്നുണ്ടല്ലേ അവിടെ, ആ ഒരു ജലനിരപ്പ് താഴ്ന്ന ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേലിയിറക്കം എന്ന് പറയുന്നത്. ജലനിരപ്പ് ഉയർന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേലിയേറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചർ അതിന്റെ പിക്ചർ കാണിച്ചു തരാം. കാണുന്നുണ്ടാവില്ലേ? അപ്പൊ നാട്ടിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു വേലിയിറക്കം. വേലിയേറ്റം എന്താ നമ്മൾ പറഞ്ഞു അല്ലേ? ഈ വേലിയേറ്റത്തിൽ നിന്ന് 90 ഡിഗ്രി, അതായത് പ്രൊട്ടക്ടർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടെ എന്തായാലും 90 ഡിഗ്രിയാണ് വരിക. മാക്സിമം നോക്കിയിട്ടില്ലേ? 90 ഡിഗ്രിയാണ് വരിക. അപ്പം ഇവിടെ നിന്നും
90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിലാണ് വേലിയിറക്കം സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വേലിയിറക്കം എന്ന് കൊടുക്കുന്നത്. കണ്ടോ, A to D കാണുന്നില്ലേ? ഈ പ്രദേശത്താണ് വേലിയിറക്കം സംഭവിക്കുന്നത്. ദെൻ അവിടുത്തെ വെള്ളം അല്ലെങ്കിൽ ആ വേലിയിറക്കം നടന്ന ആ വെള്ളം എവിടേക്കാണ്? വീണ്ടും വേലിയേറ്റം സംഭവിച്ചിടത്തേക്ക് തന്നെ ഒഴുകി വരികയാണ്. ദിവസത്തിൽ 2 പ്രാവശ്യം വേലിയേറ്റവും വേലിയിറക്കം സംഭവിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതാ വേലിയിറക്കം ഇവിടേക്കും 2 സൈഡായാലും എന്താണ്? വേലിയേറ്റത്തിൽ നടന്ന സ്ഥലത്തേക്ക് തന്നെ വേലിയിറക്കം നടന്ന വെള്ളം ഒഴുകി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വേലിയേറ്റം വേലിയിറക്കം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വാവ് വേലികളും സത്തൽ വേലികളും എന്താണെന്ന് നോക്കല്ലേ? അപ്പോൾ വേലികൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വേലികൾ നമുക്ക് എന്താ രണ്ടായിട്ട് പറയാം. വാവ് വേലികളും വേലിയിറക്കവും വേലിയേറ്റവും. വേലിയിറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഭൂമിയെ ചന്ദ്രൻ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആകർഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സമുദ്ര ജലനിരപ്പിന്റെ ഉയർച്ചയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേലിയേറ്റം എന്ന് പറയുന്നത്. വേലിയിറക്കം എന്ന് പറയുന്നത് എന്താണ്? അതായത് വേലിയേറ്റം സംഭവിച്ചതിൽ നിന്നും 90 ഡിഗ്രി അകലെയുള്ള സ്ഥലത്താണ് വേലിയിറക്കം സംഭവിക്കുന്നത്. അവിടുത്തെ ആ വേലിയിറക്കം സംഭവിച്ച ജലം അല്ലെങ്കിൽ ആ വെള്ളം വേലിയേറ്റം സംഭവിച്ചോടെ തന്നെ ഒഴുകി വരുന്നുണ്ട്. ആ ഒരു ജലനിരപ്പ് താഴുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേലിയിറക്കം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് വാവ് വേലികളും സത്തൽ വേലികളും എന്താ നോക്കല്ലേ? നമുക്ക് വാവ് വേലികളും സത്തൽ വേലികളെ കുറിച്ച് പഠിക്കല്ലേ? വാവ് വേലികൾ സത്തൽ വേലികൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, വീട്ടിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? തുടക്കത്തിൽ ചോദിച്ചു കറുത്ത വാവ് വെളുത്ത വാവ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പൗർണമി അമാവാസി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് ദിവസം അമാവാസി കറുത്ത വാവൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. മിടുക്കനാണല്ലോ. ഉണ്ടല്ലേ? അങ്ങനെയാണോ? ദിവസത്തിൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല. പിന്നെ മാസത്തിൽ 1 പ്രാവശ്യവും മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലേ? വാവും വെളുത്ത വാവും മാസത്തിൽ 1 പ്രാവശ്യം വരുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇപ്പൊ മനസ്സിലായോ? ദിവസവും വരില്ല കേട്ടോ. ഇപ്പൊ അടുത്ത് കഴിഞ്ഞില്ലല്ലോ, കറുത്ത വാവ് കഴിഞ്ഞല്ലോ. വാവാണെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? വീട്ടിൽ ദോശയും ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ലേ? അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നേ നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കണേ, അല്ലെ എന്താ അതിന് പ്രാധാന്യം എന്നൊക്കെ വീട്ടുകാരോട് ചോദിക്കുക. എന്നാലേ നമുക്ക് വാവാണോ ഇതൊക്കെയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി എന്താ വാവ് വേലികൾ എന്താന്ന് നോക്കല്ലേ? ആരാണ് വായിക്കുക? വായിച്ചോളൂ. വാവ് വേലികൾ. ഓരോ മാസത്തിലും അമാവാസി കറുത്ത വാവ് ദിവസത്തിലും പൗർണമി വെളുത്ത വാവ് ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു. ഇത്തരം വേലിയേറ്റങ്ങളെയാണ് വാവുവേലി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് വാവുവേലികൾ പറഞ്ഞാൽ എന്താ? നേരെ
വേലിയേറ്റത്തെയാണ് അല്ലെങ്കിൽ വേലികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് വാവുവേലികൾ എന്ന് പറയുന്നത്. കിട്ടിയോ? ഒന്ന് വായിച്ചു തരാൻ നോക്കുക. വാവുവേലികൾ ഓരോ മാസത്തിലും അമാവാസി അഥവാ കറുത്ത വാവ് ദിവസത്തിലും പൗർണമി അഥവാ വെളുത്ത വാവ് ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. പറഞ്ഞൊന്നുല്ലേ? തന്മൂലം മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. മറ്റ് ദിവസങ്ങളിലെ അതിനേക്കാൾ കൂടുതലായിട്ട് ശക്തമായിട്ടുള്ള വേലിയേറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരം വേലിയേറ്റങ്ങളെയാണ് നമ്മൾ വാവുവേലികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം വേലിയേറ്റങ്ങളെയാണ് നമ്മൾ വാവുവേലികൾ എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? ഇഷു പറഞ്ഞു ചന്ദ്രനും ഭൂമിയും സൂര്യനും എന്താണ് നേർരേഖയിൽ വന്നാൽ മാത്രമേ വാവുവേലികൾ ആവുന്നുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ എന്താണ് ആ നേർരേഖയിൽ വരുന്നത് കൊണ്ട് തന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ബലം എന്താണ് കൂടുതലായിരിക്കും. അതുകൊണ്ട് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ചിട്ട് ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാവുവേലികൾ എന്ന് പറയുന്നത്. മനസ്സിലായെങ്കിൽ ചോദിക്കാട്ടോ. നോക്കൂ, ചന്ദ്രൻ, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ അല്ലെ നേർരേഖയിലല്ലേ വരുന്നേ? ഭൂമി ഇവിടെ നിന്ന് പറയാന്നുണ്ടെങ്കിൽ ഭൂമിയും ചന്ദ്രനും സൂര്യനും അല്ലെ നേർരേഖയിലല്ലേ? അപ്പൊ എന്താണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണം ഭൂമിയിൽ കൂടുതലായിട്ട് പതിക്കുകയാണ് അല്ലേ? അപ്പൊ എന്താണ് ആ ശക്തമായ വേലിയേറ്റം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വാവുവേലികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആണ്. ഇനി നമുക്ക് സപ്തമി വേലികൾ നോക്കാം. കാണുന്നുണ്ടോ? ഉണ്ട്. ആരാണ് വായിക്കുക? വായിച്ചോളൂ. സപ്തമി വേലികൾ അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്കു ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത്. ദുർബലമായ ഇത്തരം വേലികൾ സപ്തമി വേലികൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? വാവുവേലികൾ എന്താന്ന് പറഞ്ഞില്ലേ? ഇവിടെ ശക്തമായ ആകർഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വേലിയേറ്റം എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വേലിയേറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ ദുർബലമായിട്ടുള്ള വേലിയേറ്റമാണ് സംഭവിക്കുന്നത്. അതിൽ പറയുന്ന നോക്കൂ, ടീച്ചർ വായിക്കാൻ ശ്രദ്ധിച്ചോളൂ. അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നുണ്ട്. നമുക്കറിയാം വാവുവേലി നമ്മൾ പറഞ്ഞു അമാവാസി, പൗർണമി ദിവസങ്ങളിലാണ് അത് കാണപ്പെടുന്നത്. എന്നാൽ സപ്തമി വേലി അമാവാസി, പൗർണമി കഴിഞ്ഞതിന് ശേഷം 7 ദിവസത്തിന് ശേഷമാണ് അത് കാണപ്പെടുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്യാം. വാവുവേലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത വാവ്, വെളുത്ത വാവ് ദിവസങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഇവിടെ കറുത്തവാവ് അമാവാസി കഴിഞ്ഞതിന് ശേഷം, കറുത്തവാവ് വെളുത്തവാവ് കഴിഞ്ഞതിന് ശേഷം 7 ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയും ചന്ദ്രനും സൂര്യനും നേരത്തിൽ 90 ഡിഗ്രി സെൽഷ്യസ് അകലെയാണ് നിന്നുകൊണ്ടാണ് ഭൂമിയെ അഭിമുഖീകരിക്കുന്നത്. ഓക്കെ, അതായത് വെളുത്തവാവ്, കറുത്തവാവ് ദിനങ്ങൾക്ക് 7 ദിനങ്ങൾക്ക് ശേഷം. കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ കറുത്തവാവ്, വെളുത്തവാവ് ദിവസങ്ങൾക്ക് ശേഷം, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 7 ദിവസങ്ങൾക്ക് ശേഷം സൂര്യനും ചന്ദ്രനും ഭൂമി ഈ 3 ഇതിലാണ് വരുന്നത്. നമ്മൾ എന്ത് പറയാം? വാവുവേലികൾ പറയുകയാണെങ്കിലും സപ്തമി വേലികൾ പറയുകയാണെങ്കിലും ഈ ഒരു 3 ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 7 ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയെ 90 ഡിഗ്രി സെൽഷ്യസ് അകലെ നിന്നുകൊണ്ടാണ് ചന്ദ്രനും സൂര്യനും ആകർഷിക്കുന്നത്. അവിടെ എന്താന്ന് പറഞ്ഞാൽ അവരടുത്ത് നിന്നിട്ടാണ് നല്ല ഒരു ഇതിലേക്ക് വന്നിട്ടാണ് ആകർഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്റ്റൻസ് ഇല്ല. അപ്പം ആകർഷണം കൂടുതലായിരിക്കും. ഇവിടെ 90 ഡിഗ്രി ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്.
അകലം ഉണ്ടെന്ന് പറയാം. അപ്പം എന്താണ്, സ്വാഭാവികമായിട്ടും ആകർഷണ ബലം കുറയുക ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള ദുർബലമായിട്ടുള്ള ആകർഷണമാണ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അത്തരത്തിലുള്ള ഒരു വേലിയേറ്റം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്തമി വേലികൾ എന്ന് പറയുന്നത്. കിട്ടിയോ? കിട്ടി? എല്ലാവരും കിട്ടിയോ? കിട്ടി. അപ്പൊ ടീച്ചർ പിക്ചർ കാണിച്ചു തരട്ടെ. കാണുന്നുണ്ടാവും അല്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞു, എന്ത് പറഞ്ഞു? സപ്തമി വേലി എന്ന് പറയുന്നത് ദുർബലമായ വേലികളാണ്, വേലിയേറ്റാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് പറയാം, സപ്തമി വേലി എന്ന് പറയാം. അപ്പോൾ ഇത് ഭൂമി കാണുന്നുണ്ടാവും അല്ലേ? ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. ഇപ്പം നമ്മൾ ഏത് ഭാഗത്ത് പൊട്ടാക്ടർ വെച്ച് നോക്കിയാലും, അതായത് ഭൂമിയുടെ ഈ ഭാഗത്ത് പൊട്ടാക്ടർ വെച്ച് നോക്കിയാൽ ഇവിടേക്ക് എന്താ 90 ഡിഗ്രി ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ടാവും, ഇവിടേക്കും ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്, അത്രയും ഡിസ്റ്റൻസ് ഭൂമിക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് അവരുടെ ആകർഷണ ബലം, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ആകർഷണ ബലം എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. കുറവായതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ദുർബലമായിട്ടുള്ള വേലിയേറ്റം മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്തമി വേലികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു വേലികൾ എന്താണെന്ന് പഠിച്ചു, വേലിയേറ്റം എന്താണെന്ന് പഠിച്ചു, വേലിയിറക്കം എന്താണെന്ന് പഠിച്ചു, വാവുവേലികൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്ത് പഠിച്ചു, സപ്തമി വേലികൾ എന്താണെന്ന് പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ടീച്ചർ ഒരു ഗ്രൂപ്പ് വർക്ക് തരാൻ പോകുന്നു. രണ്ട് ബെഞ്ചായിട്ട് ഇരുന്നോളൂ. ആരാ ഗ്രൂപ്പ് ലീഡർ വെച്ച് ഡിസൈഡ് ചെയ്യുക. ഒരു വൈറ്റ് പേപ്പറിൽ ഗ്രൂപ്പ് ലീഡർ ടീച്ചർക്ക് അത് എഴുതി തരണം. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ടീച്ചർക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ എത്തിച്ചാൽ മതി. ബാക്കി എല്ലാവരും നോട്ടിൽ അത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. പറയട്ടെ, പേപ്പറൊക്കെ എടുത്തു. പറയട്ടെ. നമ്മൾ വേലികൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നിട്ട് നമുക്ക് എഴുതാം. വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ വേണ്ട, എഴുതിക്കോളൂ. ഗ്രൂപ്പുകാർ മാത്രമായിട്ട് ചർച്ച ചെയ്യുക, മറ്റു ഗ്രൂപ്പുകളായിട്ട് ചർച്ച ചെയ്യണ്ട. വേഗം എഴുതാട്ടോ. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ടൈം തരുന്നുണ്ടേ. 5 മിനിറ്റ് തരുള്ളൂ കേട്ടോ. വേഗം ചെയ്തോളാം. ഗ്രൂപ്പ് ലീഡർ മാത്രം എഴുതിയാൽ പോരാ, എല്ലാവരുടെ നോട്ട്ബുക്കിലും ഉണ്ടായിരിക്കണം. ഗ്രൂപ്പ് ലീഡർ എന്തായിരിക്കണം, പിന്നീട് അത് കവർ ചെയ്യണം. ഓക്കെ, വേഗം എഴുതിക്കോളൂ. വേഗം എഴുതുക. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെ ഫലങ്ങളായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ളത് അറിയാം. അപ്പോൾ വേഗം എഴുതിക്കോളൂ കേട്ടോ. ടൈമില്ല, വേഗം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എന്തൊക്കെ ഫലങ്ങളാണെന്ന് എഴുതുക. വേഗം എഴുതിക്കോളൂ. കഴിയാറായോ? ഇല്ല, വേഗം എഴുതുക, ടൈമില്ല. ഇവിടെ കഴിഞ്ഞു. ഒരു ഗ്രൂപ്പിനെ കഴിഞ്ഞിരുന്നു. പിന്നെ ഇപ്പുറത്തും കഴിഞ്ഞു. ഓക്കെ, ഇവിടെയും കഴിഞ്ഞു. ഒരു ഗ്രൂപ്പിൻ്റെയും കൂടി കഴിയാതെ വേഗം കഴിഞ്ഞു. എല്ലാവരും ഒരു 8 പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എത്ര പോയിന്റ്, മാക്സിമം എത്ര പോയിന്റ് എഴുതിയിരുന്നു എല്ലാവരും? 4 പോയിന്റ് വീതം. ഓക്കെ, അപ്പോൾ അത് ഒരാൾ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തു അവിടെ വെച്ചോളൂ. ഗ്രൂപ്പ് ക്ലാസ് ലീഡറുടെ കയ്യിൽ കൊടുക്കുക. ഇൻ്റർവെല്ലിന് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് തരാം. ഓക്കെ, ഇപ്പോൾ അടുത്തവരുടെ അടിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻ്റർവെല്ലിന് കൊണ്ടുവന്ന് തരാം. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ. ലീഡേഴ്സ് മാത്രമേ എഴുതാത്തുള്ളൂ. അപ്പോൾ ടീച്ചർ അതിൻ്റെ കറക്റ്റായുള്ള ആൻസർ അല്ലെങ്കിൽ ടീച്ചർക്ക് അറിയുന്ന ഫലങ്ങൾ കാണിച്ചു തരും. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കവർ ചെയ്യാം. ഓക്കെ, നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. കാണിച്ചു തരട്ടെ. കാണുന്നുണ്ടോ? വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ. ആരാൾ വായിക്കാം? വായിച്ചോളൂ. തുറമുഖങ്ങളിലും
സമുദ്രതീരങ്ങളിലും ആ. നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആ. മാലിന്യങ്ങൾ ആ. ഉൾക്കടലിലേക്ക് ആ. നീക്കം ചെയ്യപ്പെടുന്നു. ഇരിക്കും. അപ്പൊ എന്താ പറയുക, എന്താ ഇപ്പോൾ ആരും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ. തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ കടലിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. എന്താണ് നമുക്കറിയാം, നമ്മൾ ആകെ ബീച്ചിലേക്കൊക്കെ പോകുന്നത് എന്താ, ഐസ്ക്രീമും ആ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടാവുക അല്ലേ. അപ്പം അത്തരത്തിലുള്ള നമ്മൾ എന്താ വേസ്റ്റൊക്കെ നമ്മൾ ആ തുറമുഖങ്ങളിലും ബീച്ചിലൊക്കെ ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ വേലിയേറ്റം സംഭവിക്കുമ്പോൾ എന്താണ്, ജലനിരപ്പ് ഉയരുകയാണ് ചെയ്തത് പറഞ്ഞു ഇല്ലേ. അപ്പം ആ ഉയരുന്നതിനോടൊപ്പം എന്താണ്, അവിടെയുള്ള വേസ്റ്റും കൂടെ അല്ലെങ്കിൽ ആ മാലിന്യങ്ങൾ കൂടി എന്താണ് വേലിയിറക്കം സംഭവിക്കുമ്പോൾ അങ്ങോട്ട് ബാക്കിലോട്ട് തന്നെ തിരമാലകൾ അടിക്കുന്ന നമുക്കറിയാം. നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ മുന്നിലേക്ക് വന്ന് അത് എടുത്തിട്ട് പോകും അല്ലേ. അപ്പം അത്തരത്തിൽ എന്താണ് ആ മാലിന്യങ്ങൾ എന്താ കടലിലേക്ക് നിക്ഷേപിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെ അല്ലേ. അതെ. ഓക്കെ, അടുത്ത പോയിന്റ് ആരാ വായിക്കുക? വായിച്ചോളൂ. ശക്തമായ ആ. വേലികളുടെ ഫലമായി ആ. നദീമുഖങ്ങളിൽ ആ. ഡെൽറ്റകൾ ആ. രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. നമുക്കറിയാം ഡെൽറ്റകൾ, ഒരുപാട് ഡെൽറ്റകൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഡെൽറ്റകൾ രൂപപ്പെടുന്നത് നദീമുഖങ്ങളിൽ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വേലിയേറ്റം സംഭവിക്കുമ്പോൾ എന്താണ് ആ ഡെൽറ്റകൾ രൂപപ്പെടുന്നതിന് എന്താണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പോലെ തന്നെ എന്താ ഡെൽറ്റകളെയും അവ ഉണ്ടാകുന്നതിൽ രൂപീകരിക്കുന്നതിൽ എന്താ തടസ്സം വരികയാണ് ചെയ്യുന്നത് എന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ഒരാൾ വായിച്ചോളൂ. വായിച്ചോളൂ. വേലിയേറ്റ സമയങ്ങളിൽ ആ. ഉപ്പിടങ്ങളിൽ ആ. കടൽ വെള്ളം ആ. കയറ്റാൻ കഴിയുന്നു. ഇരിക്കും, വെരി ഗുഡ്. അപ്പോൾ എന്താണ് വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പിടങ്ങളിൽ കടൽ വെള്ളം കയറ്റാൻ കഴിയുന്നു. അതായത് നമുക്കറിയാം ഉപ്പ് നിർമ്മാണം ഉണ്ടാക്കുക, ഉപ്പ് നിർമ്മാണം എന്നത്തേക്ക് നമ്മൾ എത്രത്തോളം കടലിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ സമുദ്രത്തെ ആശ്രയിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സമയങ്ങളിൽ നമുക്കറിയാം ഉപ്പിളങ്ങൾ പറഞ്ഞാൽ ഉപ്പ് ഉണ്ടാക്കുക പറഞ്ഞാൽ വെള്ളം എടുത്തുകൊണ്ടേ തിളപ്പിച്ച് അങ്ങനെയല്ല ഉണ്ടാക്കുക അല്ലേ. അതിന് അതിൻ്റെതായ രീതിയുണ്ട്. അവരെന്താ കടലിലൊരു കുഴി കുഴിച്ച് അതിൽ ആ വെള്ളം ശേഖരിക്കുക ചെയ്യുക. അതായത് തിരമാലകൾ അടിക്കുമ്പോൾ ആ വെള്ളം ശേഖരിക്കാൻ ചെയ്യും. ആ ഒരു കുഴികളെയാണ് നമ്മൾ എന്താ പറയുക ഉപ്പളങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ അതിന് എന്താ ഒരു നല്ല ഫലമുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ഒരാൾ വായിച്ചോളൂ. മീൻപിടുത്തത്തിനായി ആ. കടലിലേക്ക് ആ. മരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും. അപ്പം എന്താണ് ഈ വേലിയേറ്റ സമയത്ത് നമുക്ക് അറിയാം തിരമാലകളുടെ ചലനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവർ തോണികളിലും മറ്റും സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടത്. ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് പോകുന്നതെന്ന്. തോണികൾ എന്ന് പറഞ്ഞാൽ തുഴഞ്ഞു തന്നെ പോകണം. നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് ആ ഒരു തിരമാലകളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ച് പൊങ്ങിയും താഴ്ന്നും എന്താണ് തോണികൾ പോകുന്നുണ്ട് ഇല്ലേ. അപ്പം അത്തരത്തിലൊരു സഹായകരമാവും ആർക്ക് മീൻ പിടിക്കുന്നവർക്ക് എന്താണ് കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും ആ മരങ്ങൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്നതല്ലേ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് അവർക്ക് എന്താ മീൻപിടുത്തത്തിനായിട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ആരൊന്ന് വായിക്കുക. വായിച്ചോളൂ. വേലിയേറ്റ ശക്തിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇരിക്കും. അപ്പം എന്താ പറയാം സമുദ്ര ജലനിരപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എന്തിനാണ്? വൈദ്യുതി നിർമ്മാണത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം വേലികൾ നടക്കുന്ന സമയത്ത് എന്താണ് വൈദ്യുതി ഉൽപ്പാദിക്കാൻ ഉത്തമമാണ് എന്നാണ് പറയുന്നത്. നമുക്കത് അറിയാം അല്ലേ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, വെരി ഗുഡ്. ഒരാൾ വായിക്കൂ. ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ ആ. അടുപ്പിക്കുന്നത് ആ. വേലിയേറ്റ സന്ദർഭങ്ങളിലാണ്. അപ്പോൾ നമുക്കറിയാം തുറമുഖങ്ങളിൽ എന്താണ് കപ്പലുകൾ നമ്മൾ വ്യാപാരം നടത്താനൊക്കെയാണ് തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ഈ വേലിയേറ്റം കുറഞ്ഞ സന്ദർഭം നമുക്കറിയാം. വേലി രണ്ടെണ്ണം പറഞ്ഞു എന്താണ് വാവ് വേലികളും പറഞ്ഞു സപ്തമി വേലികളും പറഞ്ഞു. ഈ സപ്തമി വേലികളിലാണ് ദുർബലമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അത്തരത്തിൽ എന്താണ് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് എന്താ കപ്പലുകൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അതേസമയം ആ വേലിയേറ്റം ശക്തമാണ് വാവ് വേലിയുടെ ടൈമിലാണെന്ന് പറഞ്ഞാൽ ആ ഒരു കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പം എന്താണ് ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തുറമുഖങ്ങളിലേക്ക് കപ്പൽ അടുപ്പിക്കാൻ എന്താണ് ഇത്തരം വേലിയേറ്റം കുറഞ്ഞ വേലിയേറ്റ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ സപ്തമി വേലികൾ ആ ഒരു കാലത്തിൽ നമുക്ക് സഹായകമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് എടുക്കുന്നത്. വേലികൾ എന്താണെന്ന് പറഞ്ഞു, വേലിയേറ്റം എന്താണെന്ന് പറഞ്ഞു, വേലിയിറക്കം എന്താണെന്ന് പറഞ്ഞു, വാവ് വേലികൾ പറഞ്ഞു,
സപ്തമി വേലികളും പറഞ്ഞു, വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങളും പറഞ്ഞു. അപ്പോൾ ടീച്ചറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കാം. വേലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് വെച്ചിട്ട് ലാസ്റ്റ് ഉദാഹരണം പറഞ്ഞോളൂ. വേലികൾ എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിനുണ്ടാകുന്ന പറഞ്ഞോളൂ. വെരി ഗുഡ്. സമുദ്രജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ച താഴ്ചയാണ് വേലികൾ എന്ന് പറയുന്നത്. ശരിയല്ലേ ഉത്തരം? അല്ലേ? അതെ, വെരി ഗുഡ്. ഇരിക്കും കേട്ടോ. വേലികളെ നമ്മൾ പൊതുവായി രണ്ടായിട്ട് പറയും. ഏതൊക്കെയാണ്? ഈ വാദ്യം ഫസ്റ്റ് പറഞ്ഞോളൂ. വേലിയിറക്കവും വേലിയേറ്റവും. വെരി ഗുഡ്. ഇരിക്കും. വേലിയിറക്കം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേലിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറഞ്ഞു. സമുദ്രജലത്തിലുണ്ടാവുന്ന ഉയർച്ചയാണ്, അല്ലെങ്കിൽ പറഞ്ഞോളൂ. ഭൂമിയെ ചന്ദ്രനും സൂര്യനും ആകർഷിക്കുന്നതിൻ്റെ ഫലമായി ശക്തമായ വേലികൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ് ഉയർച്ചയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേലിയേറ്റം എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഇരിക്കും. വേലിയിറക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറഞ്ഞു. അതായത് സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി വേലിയേറ്റം എന്താന്ന് പറഞ്ഞു. ഇനി വേലിയിറക്കം ആരാ പറയുക? പറഞ്ഞു. ഭൂമി ചന്ദ്രൻ 90 ഡിഗ്രി അകലെയാണ് ആകർഷണം നടത്തുന്നത്. കൊണ്ട് എന്താ? കുറഞ്ഞ വേലിയേറ്റമാണ് ഉണ്ടാവുന്നത്, വേലിയിറക്കമാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ വേലിയിറക്കം എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ പിന്നെ വാവ് വേലികളും സപ്തമി വേലികളും പറഞ്ഞില്ലേ? വാവ് വേലികൾ എന്താ? ഇവിടെ തേർഡ് വൺ പറഞ്ഞോളൂ. വാവ് വേലികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയും അങ്ങനെയാണോ? തുടക്കം അങ്ങനെയാണോ? ഒന്ന് ആലോചിച്ചു. അല്ല, മാസത്തിൽ ഒരു തവണ പറഞ്ഞോളൂ വരുന്ന കറുത്ത വാവ് വെളുത്ത വാവ് ദിവസങ്ങളിൽ ഭൂമിയും ചന്ദ്രനും പറഞ്ഞോളൂ സൂര്യനും നേർരേഖയിൽ വരുന്നു. വരും. അപ്പോഴുണ്ടാകുന്ന ഭൂമിയുടെയും ഭൂമിക്കുമേൽ പറയൂ സൂര്യനും ചന്ദ്രനും ചെലുത്തുന്ന ആകർഷണ ഫലത്തിൻ്റെ ഭാഗമായി ശക്തമായ വേലിയേറ്റം സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാവ് വേലികൾ എന്ന് പറയുന്നത്. കറക്റ്റാണല്ലോ ഉത്തരം. എന്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, പറഞ്ഞു കൂട്ടിയിരിക്കൂ. സപ്തമി വേലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു. അമാവാസി പൗർണമി ദിവസങ്ങൾക്ക് 7 ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രനും സൂര്യനും ഭൂമിക്കുമേൽ പറഞ്ഞോളൂ 90 ഡിഗ്രി കോണീയ അകലത്തിൽ വരും. അപ്പോൾ ഉണ്ടാവുന്ന ആകർഷണ ബലത്തിൻ്റെ ഫലമായി ദുർബലമായ വേലികൾ ഉണ്ടാകുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? സപ്തമി വേലി എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താ ഇപ്പം നമ്മൾ ഇന്ന് എടുത്തത് എന്തായാലും നിങ്ങൾക്ക് വായിക്കണം. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോളൂ. ഫോളോ അപ്പ് ആക്ടിവിറ്റി തരാൻ പോവാണ് കേട്ടോ. കാണുന്നുണ്ടാവൂല്ലേ? ഇഷ്ടം വായിക്കാൻ വേഗം എടുത്തോളൂ കേട്ടോ. ഫോളോ അപ്പ് ആക്ടിവിറ്റി പറയട്ടെ. ഓരോ പ്രദേശത്തും എത്ര പ്രാവശ്യം വേലിയേറ്റം സംഭവിക്കും? വേലിയിറക്കം സംഭവിക്കുന്ന പറഞ്ഞേ 2 പ്രാവശ്യം. വരും. ഓരോ പ്രദേശത്തും ദിവസം 2 പ്രാവശ്യം വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നു. ഓരോ പ്രദേശത്തും ദിവസം 2 പ്രാവശ്യം വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നു. ഈ പ്രസ്താവനയ്ക്ക് ഒരു വിശദീകരണം എഴുതുക. ഈ പ്രസ്താവനയ്ക്ക് ഒരു വിശദീകരണം എഴുതുക. അതായത് ഓരോ പ്രദേശത്തും എന്താണ് ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം വേലിയിറക്കം സംഭവിക്കുന്നുണ്ട്. വേലികൾ 2 പ്രാവശ്യം സംഭവിക്കുന്നുണ്ട്. അപ്പം അത് വിശദീകരിക്കുക. എഴുതിയാലും നാളെ വരുമ്പോൾ എഴുതുക, മറക്കരുത്. നാളെ ചെക്ക് ചെയ്യും.
അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, മനസ്സിലായി. അപ്പൊ ഇന്ന് പോയിട്ട് നേരത്തെ വായിക്കാം. നാളേക്കുള്ളവർ ജസ്റ്റ് നോക്കിയിട്ട് വരാം. എന്താ ടോപ്പിക് നോക്കിയിട്ട് വരാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്റ്റാഫ് റൂമിൽ വരാം, നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ഫൈൻഡ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.